കൺഗ്രാജുലേഷൻ ജോലി കിട്ടിയില്ലേ പിന്നെന്താ വേണ്ടത് നമുക്കതൊന്നും പറ്റില്ലടാ ഇത് ഗവൺമെന്റ് ജോലിയാ എടാ നല്ല തറവാട്ടുകാർക്ക് പറ്റിയ പണിയല്ല അത് ഈ കണ്ണി കണ്ടവന്മാർക്കൊക്കെ ചായം പരിപ്പോടെ കൊണ്ടു കൊടുക്കണ പണിയല്ലേ എന്റെ ശീതള PSC ആണ് ടെസ്റ്റാണ് ടെൻഷനാണ് അയിപ്പത്തി ചോദിച്ചു കഴിഞ്ഞാല് പിന്നെന്താ വേണ്ടത് എന്റെ ശീതള നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് കളഞ്ഞക്കല്ലേ പരീക്ഷ ഇത് പിടിച്ചതാണ് നിനക്കറിയാലോ നമ്മുടെയൊക്കെ തറവാട് എന്ന് പറഞ്ഞാല് നമ്മുടെ ഫാമിലിയിലൊന്നും ഇങ്ങനെയുള്ള ജോലികൾക്കൊന്നും ആരും പോയിട്ടില്ല പൊന്നമ്പുറത്തെ ഫാമിലിക്ക് അങ്ങനത്തെ പണികൾക്ക് നമ്മളൊക്കെ അത് പോവാന്ന് പറഞ്ഞാലേ തറവാട്ടിലുള്ളവരെന്നെ കളിയാക്കും നമ്മളെ എടാ നിന്നെ പോലെ ലാസ്റ്റ് കേട്ട് നമ്മൾ പ്യാരിക്കും കിട്ടിയല്ലോ അവന് കറക്റ്റാടാ അവന് ഇങ്ങനെയുള്ള ജോലിയൊക്കെ കറക്റ്റ് അല്ലേ എടാ അവന്റെ പോലൊക്കെ നമുക്ക് പോയി വർക്ക് ചെയ്യാൻ പറ്റും കണ്ടവർക്ക് ചായയും പരിപ്പോടും മേടിച്ചു കൊടുക്കുന്ന പണി എന്താണ് ഈ പറയുന്നത് ഞാൻ 3 ദിവസമായിടാ ശരി സന്തോഷമായിടാ അഭിനന്ദനങ്ങള് പൊതുമരാമത്ത് വകുപ്പിലാണ് പിന്നെന്താ ലാസ്റ്റ് ഗേഡ് നിയമനമാണ് ഈ കാസർഗോഡാണ് ഫസ്റ്റ് പോസ്റ്റിംഗ് ഫസ്റ്റ് കാസർഗോഡാ അടിപൊളിയാടാ ശീതളിനെ കിട്ടിയ നീ എന്താ വേണ്ടെന്ന് അല്ല നമുക്ക് അതിൽ കയറിയിട്ട് എങ്ങാണെങ്കിലും മാറല്ല ടെസ്റ്റ് എഴുതി നമുക്ക് വീട്ടുകാർക്കൊന്നും താല്പര്യമില്ല ഇങ്ങനെ ഈ ഗ്രേഡ് കുറഞ്ഞൊരു തസ്തികയില് നീ കഷ്ടപ്പെട്ട് എഴുതിയിട്ടല്ലേ റാങ്ക് ലിസ്റ്റിൽ വന്നത് അതല്ല നമ്മുടെ തറവാട്ടിലൊന്നും ആരും അങ്ങനത്തെ ഒരു ലാസ്റ്റ് ഗ്രേഡ് ഒരു ജോലി ആരുമില്ല നമുക്ക് അല്ല ഒന്നാമത്തെ എനിക്ക് പറ്റില്ല നമുക്ക് പിന്നെ നിന്റെ പോലല്ലോ കുറച്ചും കൂടി ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ആ ഒരു ഗ്രേഡിൽ നല്ലത് എഴുതിയെടുക്കണം നല്ലതാണ് ഞാനപ്പോ ഇന്ന് കാസർഗോഡിന് പോവുകയാണ് എടാ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് വിട്ടു വരും ഞാൻ ഇങ്ങോട്ട് പോകണം എടാ നീ അങ്ങോട്ട് പോകുന്നില്ല പറഞ്ഞു ഞാൻ അങ്ങോട്ടാണോ പോണേ ഇങ്ങോട്ടാണോ പോണെന്ന് നീയാണോ തീരുമാനിക്കണം അല്ല തർക്കം വേണ്ട ഞാൻ നടന്നു പോയിക്കോളാം വേണ്ട ഞാൻ കൊണ്ടുവിടാ എന്റെ വക ഫുഡ് ഉണ്ട് ഞാൻ എടുക്കാം തറവാട്ടം കെട്ടിപ്പിടിച്ച് അടക്കണം ഓരോരുത്തരുടെ മൈൻഡ് തന്നെ ഗവൺമെന്റ് പണി കിട്ടുക വിട്ടോടാ വിട്ട് ഇവരൊന്നും പണിയെടുത്ത് തിന്നൂലടാ വെറുതെ നെക്കറൂട്ട് കണക്കാണ് നമസ്കാരം ആരാ ശീതളന്റെ വീടല്ലേ ശീതളന്റെ വീടല്ല എൻ്റെ വീടാ എൻ്റെ മകനാ ശീതളൻ എന്താ കാര്യം എൻ്റെ പേര് മൊയ്തു എന്നാണ് എനിക്ക് ശീതളൻ നേരിട്ട് കാണേണ്ട ഒരു കാര്യമായിരുന്നു നേരിട്ട് കാണണമെങ്കിലൊക്കെ ഇപ്പം നല്ല ബുദ്ധിമുട്ടാ എന്താ ഇവിടുന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോയതാണ് എവിടേക്കാ പോയി എന്താ ചെയ്യണമെന്നൊന്നും ഒരു പിടിയില്ല ഞാൻ കത്തുന്നോളാം അവിടെ എന്താ കാര്യം എന്താ അതച്ചാ ഈ PSCയുടെ ലാസ്റ്റ് ഗ്രേഡിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഞാനുണ്ടേ അതിനിപ്പോൾ ശീതളൻ എന്ത് ചെയ്യാൻ പറ്റും ശീതളിനും റാങ്ക് ലിസ്റ്റിലുണ്ട് ശീതളൻ ആ ജോലിക്ക് പോകുന്നില്ല എന്നറിയാൻ സാധിച്ചേ അവനതിന് പോകണമെന്നില്ല അവനിപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു ജോലിയൊക്കെ വളരെ മോശമാണെന്നാ മൂപ്പരുടെ അഭിപ്രായം ലാസ്റ്റ് ഗ്രേഡ് മോശാത്രേ പോകണില്ല ശീതളൻ പോകുന്നില്ലെങ്കിലേ ആ വിവരം ഒന്ന് PSCയുടെ ഓഫീസിൽ അറിയിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു കാരണം ശീതളിൻ്റെ റാങ്ക് ലിസ്റ്റിൽ തൊട്ട് താഴെ ഞാനാണ് അത് ശരി എന്താ പേര് എൻ്റെ പേര് മൊയ്തു എന്നാണ് അങ്കമാലിയാണ് സ്ഥലം അങ്കമാലി വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടാണ് വാപ്പ സുഖമില്ലാണ്ട് കിടക്കുകയാണ് ഞാനൊറ്റ മോനേ ഉള്ളൂ ജോലി കിട്ടിയാൽ വാപ്പയുടെ ഉമ്മയുടെയും കാര്യം എനിക്ക് നോക്കാൻ പറ്റും കുറേ കാലമായി നടക്കണേ ഒരുപാട് ടെസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട് ഒരുപാട് തവണ റാങ്ക് ലിസ്റ്റിൽ പേരൊക്കെ വന്നാൽ പക്ഷേ ഒന്നും നടക്കണില്ല അത് ശരി അതിപ്പോൾ എൻ്റെ ശീതളിനോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും സംഭവിക്കില്ല ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ അവനെ കൂട്ടിയിട്ട് നേരെ PSCയുടെ ഓഫീസിൽ പോയിട്ട് അവന് ഈ ജോലിക്ക് കയറുന്നില്ല അവന് ഈ ജോലി വേണ്ട എന്നുള്ളത് അവിടെ എഴുതി കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ആ ജോലി നിനക്ക് കിട്ടും അല്ലേ അങ്ങനല്ലേ ഇപ്പോൾ പറയണേ അതെ അപ്പോൾ അത് ചെയ്യാം ചെയ്യല്ലോ അല്ലേ ഉറപ്പായിട്ടും ചെയ്യാം ഒരാൾക്കെങ്കിലും ഈ സർക്കാർ ജോലി കിട്ടിയിട്ട് ഒരു കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു പോട്ടെ സന്തോഷം അല്ലേ